ഷാമി, അഞ്ചി, ശ്രീത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഗെയിമിന്റെ എൻഡില് എല്ലാ പോയിന്റ്സും കൂടെ കൂട്ടിയിട്ട് ഒരു മെഗാ ഗിഫ്റ്റ് ഉണ്ടാവും. ആ മെഗാ ഗിഫ്റ്റ് ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പോയിന്റ്സ് കളക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടെഡി ബിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മള് 4 ടെഡി ബിയർ മാച്ചസ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ടെഡി ബിയർ കിട്ടും, 20 പോയിന്റ്സ് കിട്ടും. ഇനി അഥവാ നമ്മൾ പച്ചമുളകാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 4 എണ്ണം പച്ചമുളക് മാച്ച് ചെയ്ത് അത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 30 ആയിരിക്കും നമുക്ക് പോയിന്റ്സ് ഉണ്ടാവുക. അതായത് പണിഷ്മെന്റ് ഏറ്റെടുക്കുന്ന ആൾക്ക് കൂടുതൽ സ്കോർ കിട്ടുന്നത്. അതായത് ഗെയിം സ്പിരിറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് പോയിന്റ്സ് കിട്ടുക, ലാസ്റ്റ് ഉള്ള മെഗാ ഗിഫ്റ്റ് കിട്ടുക. അപ്പൊ ഇതിലത്തെ വിന്നർ ഈ ഗെയിം സ്പിരിറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിം ഞങ്ങളുടെ കൂടെ തന്നെ കളിക്കാം. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോ പസിൽ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്കും ആ ഓരോ പസിൽ എവിടേക്കാന്ന് ഓർത്ത് വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ കളിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഇപ്പൊ തന്നെ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഇടും, അതിൽ കേട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ കളിക്കാൻ പോകുന്നത് ശ്രീ ആണ്. ടോപ്പ് സെക്കൻഡ് ഞാനാണ് കേട്ടോ, തേർഡ് ഞാനാണ്. അപ്പൊ 30 സെക്കൻഡ്സ് ആണ് നമ്മൾ ടൈമർ വെക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഗെയിം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പൊ ശ്രീന്റെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. മഫിനാണ്. എത്ര സമയം? 27 സെക്കൻഡ്, 26, 25, 24. പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡാക്കി ഇല്ലെങ്കിൽ മൈനസ് വീഴും കേട്ടോ. 15 സെക്കൻഡ്. മോളില് നോക്കിയില്ല. ഞാൻ ഫുള്ള് 3, 5, 4, 3, 2, 1. ഒന്നും കൂടെ അപ്പൊ ശ്രീക്ക് വീണത് -10 മാർക്സ് ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് 20 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 മാർക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് -10 എഴുതാം. എനിക്ക് നല്ല വിഷമമുണ്ട്. ഒറ്റ ഒരു മഫിന്റെ കൂടെ കുറവേ ഉള്ളായിരുന്നു. അതല്ലേ ഫസ്റ്റ് റൗണ്ടിന്റെ അവരിതിൽ എനിക്കിത് എവിടെ നിന്ന് എടുക്കണം? എനിക്ക് ലൈൻ ബൈ ലൈൻ പോയാൽ മതിയായിരുന്നു. പക്ഷെ അതിൽ എല്ലാ ലൈനും തീർക്കാൻ സമയം ഉണ്ടോന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത പസിൽസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അടുത്ത റൗണ്ട് എന്തൊക്കെയാ എവിടേക്കാ ഉള്ളത് നമ്മൾ അങ്ങനെ ഗെയിം കളിക്കാണ് വേണ്ടത്. അപ്പൊ അടുത്ത റൗണ്ടിൽ പോകുന്നത് 5 ആണ്. ഒക്കെ ആലോചിച്ച് വെച്ച് ഞാനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോകണം. തുടങ്ങട്ടെ. 3, 2, 1 സ്റ്റാർട്ട്. കേക്ക് പെട്ടെന്ന് പെട്ടെന്ന്. സ്ലോ സ്ലോ സ്ലോ. 33, 32, 31, 30. എന്നെ നമ്പർ 20, 19, 18, 17, 16. ഫെററോഷർ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. വേണമെന്നേ കണ്ടുപിടിച്ചോ. അല്ലെ എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 0. അപ്പൊ ഇതില്ലേ അഞ്ച് ഈ ഒരു 40 സെക്കൻഡ്സിന്റെ ഇടയില് ഒരു 3 കേക്ക് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ തിരക്കിന്റെ ഇടയിൽ അഞ്ച് ഏതൊന്നും തോന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അവൾ അങ്ങനെ തിരക്കിട്ട് പോയിരുന്നു. എന്തായാലും 3 അവൾക്ക് കണ്ടുപിടിച്ചപ്പോ അവൾക്ക് -10 മാർക്കാണ്. വിചാരിച്ച പോലെയല്ല, ഭയങ്കര ടഫാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഇനി അടുത്ത ഷാമിയാണ്. ഷാമി ഞങ്ങളെയൊക്കെ തകർത്തിട്ട് ഇനി മാർക്ക് വാങ്ങുന്നതാണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. അപ്പൊ നോക്കി നോക്കാം. ഇതൊക്കെ പിന്നെ റിപ്ലേസ് ചെയ്യണത്. അപ്പൊ അടുത്ത റൗണ്ടിൽ പോകുന്ന ഷാമി കേട്ടോ. റെഡി ചെയ്തിട്ടുണ്ട്. റെഡി 3, 2, 1 സ്റ്റാർട്ട്. പുള്ളി ഷാമി മുന്നേറാനുള്ള ഇനി 3 കൂടി കണ്ടുപിടിച്ചാൽ മതി. ഷാമി എന്നോട് പുള്ളി തിന്നണ്ടേ കേട്ടോ. പോയിട്ടൊക്കെ കിട്ടും, പക്ഷെ തിന്നണ്ടേ വരും. ടൈമർ 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 20 സെക്കൻഡ്. 4.
സൈഡിലാണ് ഷാമി നിൽക്കുന്നത്. ഇത് ഇനിയിപ്പോ അടുത്ത റണ്ണാകുമ്പോ കുറച്ചുകൂടെ ഈസി ആവും. കാരണം എവിടെയൊക്കെ ഏതൊക്കെ ഉണ്ട് എന്നുള്ള ചെറിയൊരു ധാരണ കിട്ടും. പക്ഷേ നമ്മൾ ആ ഒരു തിരക്കിൽ നമുക്ക് ഇത്ര ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നമുക്ക് എവിടേക്കും ഒക്കെ മറന്നു. അത് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇവിടെ തുടക്കത്തില് കിട്ടി കഴിഞ്ഞപ്പോ അവള് കുറച്ച് ചെറുതായി സ്ലോ ആയില്ലേ? സ്ലോ ആയതല്ല, അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ എല്ലാവർക്കും മാർക്സ് -10 ആണ് കേട്ടോ. 30-20 ഒക്കെ ആണെങ്കിൽ തന്നെ 10 മാർക്സ് കുറയും. അപ്പൊ ഇനി 30 പിടിക്കാനായിട്ട് എല്ലാരും നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. ഒന്ന് ടൈം 34 സെക്കൻഡ്. ഇവിടെ നോക്ക്, വേറെ നോക്ക്. 17 സെക്കൻഡ് ബാക്കി. 17 ഒറ്റ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും പോയിന്റ്സ് ആട്ടോ. 10 ഇനിയും ബാക്കിയാ. ഫസ്റ്റ് റൗണ്ടില് എത്ര മാർക്ക്? 20 മാർക്ക് ഞാൻ ഡയറി മിൽക്ക് കണ്ടെത്തിയിട്ട് നേടിയിരിക്കുകയാണ്. 20 മാർക്സിൽ അപ്പൊ 10 മാർക്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ശ്രീ ഞാൻ അത് എങ്ങനെ കണ്ടുപിടിച്ചു? ഇനി വളരെ വിശപ്പത്തോടെ ശ്രീക്കുള്ള ഡയറി മിൽക്ക് കൊടുക്കാൻ നോക്കെ. ഡയറി മിൽക്കിന്റെ പുതിയ ഏതോ എഡിഷൻ ആ സിൽക്ക് മൗസോ എന്തായാലും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇവളിതൊക്കെ ശേഖരിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ മെഗാ പാക്കും കൂടി കൊണ്ടുപോകാനാണ്. ഡയറി മിൽക്കിന്റെ കോലെല്ലാം കൂടെ മാറിപ്പോയിട്ടുണ്ട്. അലിഞ്ഞു പോയിട്ടുണ്ട്. അത് ശരിക്കും രൂപം എന്തായിരുന്നു അറിയാൻ കഴിച്ചു taste അറിയട്ടെ. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി അടുത്ത് ഞാനാ പോവാനുള്ളത്, ഞാൻ കണ്ടുപിടിക്കും. റെഡി? Ready? ആ minute ആണ് വേണ്ടത്. അപ്പൊ 3, 2, എന്റെ കയ്യിലുണ്ട്. Ready? Ready? 3, 2, 1 start. ഓള് 30 മാർക്സിന് വേണ്ടിയിട്ട് നടക്കാണ്. പാട്ട് പാടി നോക്കാം. ഇതിന് 17 സെക്കൻഡ് ബാക്കി. എന്താ ഞാൻ ചെയ്യാ? ഞാൻ 30 മാർക്സ് ആണ് വാങ്ങിയത്. അപ്പൊ മക്കളെ കയ്പ കൂടെ കൊണ്ടു കൊടുത്താൽ അത് മുഴുവൻ കുടിച്ചാലും 30 മാർക്ക് കിട്ടുള്ളൂ. മാർക്ക് കിട്ടിയത് എനിക്ക് വിഷമാണെങ്കിൽ ഞാൻ കഴിപ്പ് കുടിക്കല്ലോ. അപ്പൊ ഈ കയ്പ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർന്നാൽ 30 മാർക്ക് 5 കിട്ടും. അപ്പൊ ശ്രീനെക്കാട്ടും മുന്നിലാവും 5. 10 മാർക്ക് മുന്നിലോ? മുഴുവൻ കുടിക്കുമോ നോക്കാം. ഊതി കുടിക്കുന്നോ? ചൂടുണ്ടായിന് ശ്രീ പോയി. എന്റെ മാർക്ക് പോയി. എന്റെ മാർക്ക് പോയിരിക്കല്ലേ ഉറപ്പായി. ആരില്ല 30 മാർക്കാണ്. കുടിച്ചോ? ഞാൻ പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ മാർക്ക് വാങ്ങുന്നില്ല. കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇറക്കട്ടെ. മുഴുവൻ കുടിച്ച് 5ക്ക് 30 മാർക്ക്. എടുത്ത് പോയിട്ട് 33. അതന്നെ ആ 3-ന്റെ വളവ് കുറഞ്ഞു പോയ ഓളിന്റെ കൊല്ലും. അടുത്തത് ഇനി ഞാനാണ്. ഞാൻ ഇതിൽ 30 മാർക്ക് നേടാൻ നോക്കൂട്ടോ. ചില പണിഷ്മെന്റ് ആയിട്ട് എടുക്കാൻ ഓള് ശ്രമിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. റെഡി? റെഡി അല്ല, റെഡി അല്ല. ആരുടെ റെഡി? നമ്മുടെ റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ദേ ഹോളി വാട്ടർ. ഇതൊക്കെ എല്ലാത്തിനും രണ്ടാമത്തെ 5 ബോള് വെട്ടിക്കൂ. 5 ബോള് വെട്ടിക്കൂ. 3 20 സെക്കൻഡ് ബാക്കി. 4. വേഗം വേഗം. 13, 12, 11, 10, 9, 8, 7, 6, 5, 3. അപ്പൊ ഷാമി അടുത്ത 30 പോയിന്റ് നേടിയിരിക്കാണ്. പക്ഷെ ഹോളി പൗഡർ മുഖത്താണ്. പ്രശ്നമില്ല. പക്ഷെ ഏതൊക്കെ ഞാൻ അവിടെ കീറിയിട്ടിരുന്നിട്ടോ. മൊത്തത്തിൽ അപ്പൊ നമുക്ക് ഷാമിക്കുള്ള ഹോളി പൗഡർ എടുത്തിട്ട് വരാം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഷാമിക്കുള്ള ഹോളി പൗഡർ ആണ് കേട്ടോ. ആ പിക്ചറിൽ കാണുന്ന അതേ കളർ ഹോളി പൗഡർ എനിക്കും. ഞാനിപ്പുറത്തെ സൈഡ്. ഞാനിപ്പുറത്തെ സൈഡ്. ഞാനിപ്പുറത്തെ സൈഡ്. അല്ല, അങ്ങനെ കൈ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ഓ
കയറ്റി വാങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെക്കാട്ടും മുകളിലെത്തും. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. റെഡി റെഡി അല്ലേ? 3, 2, 1 സ്റ്റാർട്ട്. പണിഷ്മെന്റ് 2 ഉണ്ടോ? ഇതെന്ത് എന്തിനോ? 3 ഇനി 25 സെക്കൻഡ് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കണ്ടത് 20 സെക്കൻഡ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. 5 അല്ല കഴിഞ്ഞിട്ടില്ല, ഗെയിം കഴിഞ്ഞിട്ടില്ല. കോഴിമുട്ട കൊണ്ടുവന്നത് മൊത്തം കുടിക്കണം. എന്നാലും 30 പോയിന്റ്സ് ഉണ്ട്. അത് കൊണ്ടം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പോയിന്റ്സ് എഴുതും കേട്ടോ. അത് മൊത്തം കുടിക്കണമല്ലോ എന്ന് ആലോചിച്ചാണ്. ഇത് പിച്ച് നമുക്ക് എടുക്കുന്ന സമയത്ത് ഇതൊന്നും ഫീൽ ചെയ്യില്ല. അത് ഇറങ്ങിയ കോഴിമുട്ട കേട്ടോ. അത് ഈ പ്രത്യേക Three. ടൈമിൽ ഞാൻ ഇട്ടോളാം. 3, 2, 1. കലങ്ങിയ കോഴിമുട്ട. കണ്ണുന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അത് കോഴിമുട്ട കുടിച്ചപ്പോ വന്നതാ. അപ്പൊ ശ്രീന്റെ സ്കോർ നമുക്ക് ഇവിടെ എഴുതാം. ഇപ്പൊ എല്ലാവരും തുല്യ ശക്തികളല്ലല്ലേ? ഇപ്പൊ ശ്രീക്ക് 30 20 കൂടെ 50 മൈനസ് സെക്കൻഡ് 40 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഞാനാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ റൗണ്ട്സ് ഒരുവിധം ആയപ്പോ ശ്രീ ആണ് ലീഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനാണ് അടുത്ത പോവാള്. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. അപ്പൊ ഇപ്പൊ 20 മാർക്സിന് ഞാൻ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കിട്ടണം, 5 ഇതിൽ മാർക്ക് കിട്ടണം. ഓക്കെ റെഡി? പണിഷ്മെന്റ് പണിഷ്മെന്റ് ഏറ്റെടുക്കണം. 3, 2, 1 ഗോ. ഉള്ളിയാണ്. അഞ്ച് ഉള്ളി ഫുള്ള് തിന്നിട്ടും ഞാൻ തിന്നു. എത്ര കളിച്ച് വരുമ്പോ ഒരു എയിം കിട്ടും കേട്ടോ. അതാണ് കുറച്ചുകൂടെ സ്പീഡാവും. അപ്പൊ ഞാൻ ഉള്ളി എടുത്തിട്ട് വരാം guys. ഈ ഉള്ളിന്റെ പകുതി എങ്കിലും ഇവിടെ കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇവക്ക് 30 മാർക്സ് കിട്ടുക. അപ്പൊ പകുതി കഴിക്കണം. ഞങ്ങൾ അളക്കും. ആപ്പിൾ കടിക്കുന്ന പോലെ. ഇപ്പൊ കുറച്ച് എരിയുന്നില്ല അഞ്ചി. നല്ലോണം എരിയും. ഇവിടുന്ന് ചിക്കന് തരട്ടെ. അതാവുമ്പോ ചിക്കൻ കൂടെ ഉണ്ട്. മെല്ലെ 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 സമയം ടൈമർ ഇല്ല. അപ്പൊ മെല്ലെ കഴിച്ചാൽ മതി. ഇത്രയും കഴിച്ച് പകുതി ഇല്ല, ഒരു കാൽഭാഗം കഴിച്ച്. ഇവിടെയും കഴിച്ചാല് റെഡിയായി. പകുതി പകുതിയായില്ലേ? കുറച്ചുകൂടെ ഈ ഭാഗം കൂടെ കഴിച്ചാൽ പകുതി. അതുകൂടെ ഞാനിപ്പോ കഴിച്ചു തരുന്ന പിന്നെ കഴിഞ്ഞല്ലോ എന്നുള്ള ലെവല. ഉള്ളി പകുതി 5 തിന്നിട്ടോ. അപ്പൊ 5ക്ക് 30 മാസം കിട്ടി. കണ്ണെന്ന് ഫുള്ള് വെള്ളമായി. അപ്പൊ 5ന് 30 മാർക്സ് ചെയ്തിട്ട് 5 അനക്കിപ്പോ 50 ആയി. ഇപ്പൊ 5 ആയിട്ട് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ അടുത്ത റൗണ്ടിൽ ഞാനാണ്. പച്ചമുളക് പണിഷ്മെന്റ് സെലക്ട് ചെയ്ത് കേട്ടോ. പച്ചമുളക് കിട്ടി. എന്റെ ഇവിടെ നല്ലതായിരുന്നു വേണ്ടേ? 30 മാർക്ക് മാത്രം. 29, 27. സ്പീഡെടുക്ക്. 22. നീ രണ്ടെണ്ണം ഒന്നും കൂടെ കണ്ടുപിടിച്ചോ. ഒരെണ്ണം കൂടെ ഉള്ളൂ. 18, 17, 16. അപ്പൊ ഷാമിക്ക് 30 പോയിന്റ് ആയിട്ട്. അപ്പൊ എല്ലാരും ഒരുവിധം ഡ്രോ ആയി പോവാണ്. 2 പച്ചമുളകാണ് അപ്പൊ ഷാമി തിന്നേണ്ടി വരും കേട്ടോ. ഇത് ചിത്രത്തിൽ 3 ഉണ്ട്. അത് നമ്മൾ വെട്ടിച്ചുരുക്കി 2 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഷാമിക്ക് 2 പച്ചമുളകാണ്. ഇത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 മാർക്ക് അതിൽ ആഡ് ചെയ്യാം. ഓക്കെ റെഡി. 2 പാർലേജി ബിസ്ക്കറ്റോ? ഷാമി 30 മാർക്ക് എഴുതാന്നല്ലേ? ഇന്നപ്പോ തന്നെ ഇവിടെ എഴുതിയാലോ? അപ്പൊ ഷാമി ഇപ്പൊ ഡ്രോയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അടുത്തത് ഞാനാണ് പോണ. ഒരു റൗണ്ട് കൂടെ ഉണ്ട് നമുക്ക്. അതുകൂടെ കഴിഞ്ഞായിരിക്കും നമ്മുടെ മെഗാ ഗിഫ്റ്റ് ആർക്കാ കിട്ടുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഷാമി പച്ചമുളക് തിന്നേന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത്. ഞാനായിട്ടോ ഒരു പാത്രം ഐസ്ക്രീം തിന്നിട്ടാണോ ഈ പാല് കുടിക്കുന്നത്? ഒരു പാത്രം ഐസ്ക്രീം, ഒരു പാക്കറ്റ് പാല്, കുറച്ച് ഡയറി മിൽക്കും. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത് ഷാമി ആ മുളകിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ റൗണ്ട് കൂടെ കഴിഞ്ഞാൽ നമുക്കറിയാം
മെഗാ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഈ റൗണ്ടിൽ ഞാനാണ് പോകേണ്ടത് കേട്ടോ. 3, 2, 1 സ്റ്റാർട്ട്. ഐസ്ക്രീം രണ്ടാമത്തെ ഐസ്ക്രീം, മൂന്നാമത്തെ ഐസ്ക്രീം, നാല് ബാക്കി കേട്ടോ. 18, 17, 16, 15, 12, 11, ഒക്കെ 15, 5 സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. 5 ഐസ്ക്രീമും കണ്ടുവച്ചിട്ട് ഇനി അപ്പൊ ശരിക്കും 20 പോയിന്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ പണിഷ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ പണിഷ്മെന്റ് കിട്ടിയിട്ട് ഒരാൾക്ക് കൂടുതൽ മാർക്ക് എന്നുള്ള സംഭവമൊക്കെ കഴിഞ്ഞ്. പക്ഷേ എല്ലാവർക്കും നല്ല ഗെയിം സ്പിരിറ്റ് ആട്ടോ. എല്ലാ പണിഷ്മെന്റും കൈപ്പൊക്കെ ആണെങ്കിലും പച്ചമുളകാണെങ്കിലും കോഴിമുട്ട ആണെങ്കിലും എല്ലാം ഇവിടെ തീർന്നിട്ടുണ്ട്. എക്സ്ട്രാ ഒന്നും കൂടി ഉണ്ട്. 20 മാർക്സിന്റെ എല്ലാം ഉള്ളൂ. അപ്പൊ നമുക്ക് ശ്രീക്ക് 20 മാർക്സ് കൊടുക്കാം, ഐസ്ക്രീം കൊടുക്കാം. അപ്പൊ ശ്രീക്ക് ഐസ്ക്രീം നമുക്ക് ഇഷ്ടമായിട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഫ്ലേവർ ആട്ടോ. അപ്പൊ മാർക്ക് എവിടെ ചോക്ലേറ്റ്. അപ്പൊ കഴിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഐസ്ക്രീം ആണ്. ഇത് കഴിച്ചു പോയിട്ട് കഴിക്കി ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒന്നുണ്ടായില്ല. പച്ചമുളക് കിട്ടിയപ്പോ മൊത്തം ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അഞ്ചിക്ക് നല്ലോണം ഇഷ്ടമാവും. അപ്പൊ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയി ആർക്കൊക്കെ എന്തൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അടുത്ത റൗണ്ടിൽ ഞാനാണ് പോകേണ്ടത്. അടുത്ത റൗണ്ടിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രോ ആവുന്നതാണ് തോന്നുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്? ശ്രീക്ക് അപ്പൊ ആകെ പോയിന്റ്സ് എന്ന് പറയുന്നത് ആകെ 70ഉം 10 മൈനസും ചെയ്ത് കഴിഞ്ഞാൽ 60 പോയിന്റ്സ് ആണ്. എനിക്കും ഷാമിക്കും 60 പോയിന്റ്സ് വീതമാണ് ഉള്ളത്. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 50 പോയിന്റ്സ് ആവും. അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ കളിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പൊ ഞാനത് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പോയിന്റ്സ് കൂടും. അപ്പൊ നമുക്ക് നോക്കാം. റെഡി? അപ്പൊ 5 റെഡി ആയിട്ടുണ്ട്. 3, 2, 1 സ്റ്റാർട്ട്. കേക്കാണ് 5 ഒപ്പിക്കാൻ നോക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഇനി 3 കൂടെ ഒത്താ മതി. അതൊക്കെ ബ്ലാങ്കാണ്. അതിന്റെ അല്ല ടോപ്പ്. 5 3 പോയിന്റ്സ് അല്ല, അത് പറ. 21 സെക്കൻഡ് 3 എണ്ണം. 4 എണ്ണം. ഒന്നും കൂടെ കണ്ടുപിടിച്ചാൽ മതി. 13 സെക്കൻഡ് കിട്ടിയില്ല. 5 അപ്പൊ ഈ റൗണ്ടിൽ 5 20 പോയിന്റ് ഒപ്പിച്ചതാണ് കേട്ടോ. ഇനി 5 കിലോ കേക്ക് നമുക്ക് എടുത്ത് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് 5 കേക്ക് കൊടുക്കാൻ റെഡ് വെൽവെറ്റിന്റെ ഫേവറേറ്റ് ആട്ടോ. നല്ല അടിപൊളി കേക്കാണ്. ക്യാമറ പോയി കേക്ക് തിന്നേനെ. അപ്പൊ 5 കിലോ പോയിന്റ്സ് നമുക്ക് എഴുതാം. 20 പോയിന്റ്സ്. ഇനി ഷാമി ഒരു 20 പോയിന്റ്സും കൂടെ നേടിയാൽ ഇവര് കേട്ടോ. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോയാൽ അടുത്ത ഞാനാണ്. ഞാൻ ഇതുപോലെ 20 മാർക്സ് നേടട്ടെ. അപ്പൊ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ പോവാണ്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. മഫിൻ. ഷാമി അല്ലേ? കിട്ടുന്നില്ല. കുറേ ബ്ലാങ്ക് പേപ്പേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ തപ്പി പിടിക്കാൻ 27, 26, 25, 24, 24. ഒന്നും കൂടെ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഷാമിക്ക് ഇപ്പൊ കിട്ടിയത് -10 ആണ് കേട്ടോ. കാരണം അവള് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെഗാ ഗിഫ്റ്റ് 5 കേട്ടോ കിട്ടുന്നത്. ടോട്ടൽ ബോക്സിൽ 5 ആണ് ജയിച്ചിരിക്കുന്നത്. 5 കിലോ മെഗാ ഗിഫ്റ്റ് ഫെററോ റോഷറിന്റെ വലിയ ബോക്സ് ആണ്. വലിയ ബോക്സ് ആണ് കേട്ടോ. ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് ഓക്ക് അത് എന്തായാലും ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഷാമിക്ക് 40 മാർക്സ്, 5ക്ക് 70 മാർക്സ്, എനിക്ക് 60 മാർക്സും ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, താഴെ ലിങ്ക് ഉണ്ടാവും. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യാം.